നമുക്കൊരു പോർക്ക് കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കണത്, സാധാരണ നാടൻ രീതിയിലല്ല ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ തൊളികളിൽ നിന്ന് വെച്ചിട്ടുണ്ട്. മസാലയായിട്ട് പെരിഞ്ജീരകം, ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക, ഇത്ര മസാല എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മാരിനേഷൻ റെഡിയാക്കണം. ആ മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോർക്ക് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം അതൊക്കെ കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടുകാണ്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കടുകൊക്കെ ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി വെസ്റ്റേൺ കൺട്രീസിലാണ്. മീറ്റിൻ്റെ ഒപ്പം കടുകും മസ്റ്റാർഡ് പേസ്റ്റൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും, ഇത്തിരി കറിവേപ്പിലയും, കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. വിനീഗർ ഇത്തിരി അരയാൻ പാകത്തിനുള്ള വിനീഗർ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത പോർക്ക് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. പോർക്ക് വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം കുക്ക് ചെയ്യണം. അണ്ടർ കുക്ക്ഡ് മീറ്റ് കഴിച്ചാൽ നമുക്ക് ഒരു പോർക്കിലൊരു പാരസൈറ്റ് ഉണ്ട്, അത് നമുക്ക് നല്ലോണം ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ പോർക്ക് കഴിക്കുമ്പോൾ എപ്പോഴും നല്ലോണം കുക്ക് ചെയ്തിട്ട് കഴിക്കാനേ പാടുള്ളൂ കേട്ടോ. ഒരു 4 വിസിൽ വെച്ചാൽ മതിയാവും പോർക്ക് വേവാനായിട്ട്. 4-5 വിസിൽ വെച്ചോ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർക്ക് വേവണ സമയം കൊണ്ട് കുറച്ച് സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. ഇഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഓയിൽ എടുക്കണ്ട, വെളിച്ചെണ്ണ എടുത്താൽ മതി. ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ. പച്ചമുളകും കൂടി അരിഞ്ഞിട്ടോട്ടെ, ഞാൻ അരിഞ്ഞിടാൻ മറന്നുപോയതാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. വേറെ ഒരു ഇടണ്ട, നമ്മൾ മറ്റേതിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മുളക് പൊടിയും ഗരം മസാലയും മാത്രം ഇട്ടാൽ മതി സവാള വാട്ടുമ്പോൾ. അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ആ പോർക്ക് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം തിളച്ച് വരണം. കുറുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെ വരട്ടി എടുക്കണം. അടുപ്പത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ബൈ.